അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വബഅദ്. കടം വീടാനുള്ള മനോഹരമായ ഒരു പ്രാർത്ഥന നമുക്ക് പഠിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയാണ്. ഒരു പർവ്വതത്തോളം കടമുണ്ടെങ്കിലും അത് വീടാൻ ഈ പ്രാർത്ഥന സഹായിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നമുക്ക് ആ പ്രാർത്ഥന ഇങ്ങനെ പഠിക്കാം. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അല്ലാഹുവേ എല്ലാ ആധിപത്യത്തിൻ്റെയും ഉടമസ്ഥനായ റബ്ബെ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ രാജാധിപത്യം അല്ലെങ്കിൽ ആധിപത്യം സ്വാധീനം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം ആധിപത്യം നീ എടുത്തു കളയുകയും ചെയ്യുന്നു. വതുഇസ്സു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദ്യത നൽകുന്നു. ബിയദിക്കൽ ഖൈർ, എല്ലാ നന്മകളും നിൻ്റെ കൈകളിലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. റഹ്മാനദ്ദുനിയ വൽ ആഖിറതി വറഹീമഹുമാ, ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും റഹ്മാനും റഹീമുമായ അഥവാ പരമകാരുണ്യകനും കരുണാവാരിധിയുമായ റബ്ബെ, തുഅ്തീഹുമാ മൻ തശാ, നിൻ്റെ റഹ്മത്തിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നൽകുന്നു. വതംനഉ മിൻഹുമാ മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് അതിൽ നിന്ന് നീ തടയുന്നു. അഥവാ ഈ ലോകത്തിലെയും പരലോകത്തിലെയും റഹ്മത്തിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അത് തടയുകയും ചെയ്യുന്നു. ഇർഹംനി റഹ്മത്തൻ, അതുകൊണ്ട് നീ എന്നോട് ഒരു കരുണ കാണിക്കണം. എന്താണ് ആ കാരുണ്യത്തിൻ്റെ പ്രത്യേകത? തുഗ്നീനി ബിഹാ അൻ റഹ്മത്തി മൻ സിവാക്ക്, നീയല്ലാത്ത വേറെ ഒരാളുടെയും കാരുണ്യം എനിക്ക് ആവശ്യമില്ലാത്ത വിധം നിൻ്റെ റഹ്മത്ത് കൊണ്ട് നീ എനിക്ക് ധന്യത നൽകണമേ. അപ്പോൾ വളരെ ഗംഭീരമായൊരു പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ കുന്നോളം കടമുണ്ടെങ്കിലും വീടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. നാം ശ്രദ്ധിക്കുക. തത്തുല്യമായ പ്രാർത്ഥനകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്കും ഈ പ്രോഗ്രാം എത്തിച്ചു കൊടുക്കുക. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം.